ഹായ് ഓൾ, വെൽക്കം ടു സൈലം ബാങ്കിങ്. അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത്, നിങ്ങൾക്കറിയാം RBI അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ജനുവരിയിൽ നമുക്ക് RBI അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ നമുക്ക് ഫെബ്രുവരിയിൽ ഇതിന്റെ പ്രിലിമിനറി എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ എക്സാമിന്റെ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ പാറ്റേൺ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഏരിയ ഏതാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം RBI എന്നത് നമ്മുടെ ഇന്ത്യയുടെ മോണിറ്ററി സിസ്റ്റത്തെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ നമ്മുടെ റെഗുലേറ്ററി ഓർഗനൈസേഷനാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ജോലി കിട്ടുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമല്ലേ. അപ്പോൾ ഈ RBI അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു ക്ലർക്കിന്റെ ജോലിയാണെങ്കിലും ഇതിന്റെ സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ POന്റെ സാലറി അതുപോലെ തന്നെ ഒരു 60,000 ഒക്കെയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് സാലറി വരിക. അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ ഇതൊരു ക്ലർക്കിന്റെ ജോലി ഉപരി മറ്റൊരു POന്റെ അതേ ലെവലിലൊരു പോസ്റ്റാണ് നമുക്ക് RBI അസിസ്റ്റന്റ് എന്ന് പറയാം. അതുപോലെ നമുക്കറിയാം നമ്മുടെ സെൻട്രൽ ബാങ്ക്, അതായത് നമ്മുടെ ഇന്ത്യയുടെ മോണിറ്ററി സിസ്റ്റത്തെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബാങ്കിൽ നമുക്ക് ജോലി കിട്ടുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമല്ലേ. അപ്പോൾ അവിടെ ആ ജോലി കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മൾ പഠിക്കണം, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സാമിന്റെ പാറ്റേൺ നോക്കിയാൽ, RBI അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി എക്സാമിന്റെ പാറ്റേൺ നോക്കിയാൽ ഇതൊക്കെയാണ് നമ്മൾ പ്രിലിമിനറി എക്സാമിന്റെ പാറ്റേൺ. നിങ്ങൾക്കറിയാം എന്താണ് ഇംഗ്ലീഷ്, നമ്മൾ ബാങ്കിങ് എക്സാമിന് പഠിക്കുന്ന ബേസിക് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ട് ഉണ്ട്, അതുപോലെ റീസണിങ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രിലിമിനറി എക്സാമിന് പഠിക്കാനുള്ളത്. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് പ്രിലിമിനറി എക്സാമിന് നമ്മൾ പഠിക്കേണ്ടത്. അവിടെ നമ്മൾ നോക്കിയാൽ 30 ക്വസ്റ്റ്യൻ ഉണ്ട്, 30 മാർക്ക് ഉണ്ട്, 20, അതായത് ഇംഗ്ലീഷ് നോക്കിയാൽ 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 20 മിനിറ്റ്. ബാക്കി ക്വാണ്ടും റീസണിങ്ങും നോക്കിയാലോ 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ് ആണ് രണ്ടിനും ഉള്ളത്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്, അതുപോലെ 60 മിനിറ്റ് ആണ് ഈ എക്സാമിന്റെ പ്രിലിമിനറി എക്സാമിനുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിലിമിനറി എക്സാമിന്റെ പാറ്റേൺ. പക്ഷേ നമ്മുടെ മെയിൻ എക്സാം വരുമ്പോൾ ഇത്രയും കാറ്റഗറിയിലായിട്ട് 200 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്ട്രാ വരുന്നത് നോക്കിയേ, കമ്പ്യൂട്ടർ നോളജ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ RBI അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 135 മിനിറ്റ് ആണ് ഇവിടെ ടൈം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാറ്റേൺ മനസ്സിലാക്കുക, കൃത്യമായി പാറ്റേൺ മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. നിങ്ങൾ RBI അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബാങ്കിലൊക്കെ ചിലപ്പോൾ 6 ദിവസം ശനിയാഴ്ചയും വർക്ക് ചെയ്യണം. ഓക്കെ, 2ഉം 4ഉം ഒഴിച്ചു ബാക്കിയുള്ള ശനിയാഴ്ചയും വർക്ക് ചെയ്യണ്ടേ. പക്ഷെ ഇവിടെയാണെങ്കിലോ ഇവിടെ 5 ദിവസം മാത്രം വർക്ക് ചെയ്താൽ മതി. ഓക്കെ, അതും മറ്റ് നമ്മുടെ ബാങ്കിലായാൽ, അതായത് RBI അല്ല, മറ്റ് ബാങ്കിലായാൽ SBI മറ്റേതെങ്കിലും ബാങ്കിലായാൽ നമ്മൾ പബ്ലിക്കിനെയും കൂടെ നമ്മൾ ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. പക്ഷെ ഇവിടെ ഇവിടെ പബ്ലിക്കിനെ ഹാൻഡിൽ ചെയ്യേണ്ട, ഇത് നമ്മുടെ ബാങ്കിനെ മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഒരു ബാങ്കിലൊക്കെ പോകുമ്പോൾ തന്നെ അവിടെ ഒരു റെസ്പെക്ട് കിട്ടും. നമ്മൾ RBI എന്ന് വന്ന ആളാണ്, RBIയിലെ ഓഫീസറാണ് ഇതൊക്കെ പറയുമ്പോൾ. അതുപോലെ നിങ്ങളിപ്പോൾ RBI അസിസ്റ്റന്റായി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. RBI അസിസ്റ്റന്റായി സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊമോഷനിലൂടെ നിങ്ങൾക്ക് RBI ഗ്രേഡ് B, അതുപോലെ ഇതിന്റെ സെക്കൻഡ് പ്രൊമോഷൻ, അതായത് ഫസ്റ്റ് അല്ല സെക്കൻഡ് പ്രൊമോഷനാണ് നിങ്ങൾക്ക് RBI ഗ്രേഡ് Bയിലേക്ക് എത്തുക. ഓക്കെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് RBI ഗ്രേഡ് B. അങ്ങനെയൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മന്ത്ലി 180 ലിറ്റർ പെട്രോൾ ഒക്കെയാണ് നിങ്ങൾക്ക് RBI ഗ്രേഡ് Bയിലൊക്കെ കിട്ടുക. അതുപോലെ RBI അസിസ്റ്റന്റ് ആയാലും ഒരു 50 ലിറ്റർ പെട്രോൾ ഇതൊക്കെയാണ് കിട്ടുക. ഓക്കെ, അത്രയും അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ് നിങ്ങൾക്ക് RBI അസിസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ, പ്രിലിമിനറി എക്സാമിന്റെ പാറ്റേണും മെയിൻ എക്സാമിന്റെ പാറ്റേണും ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ഇത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നാണ്. ഇനി നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് എക്സാം, നമ്മൾ RBI അസിസ്റ്റന്റിന്റെ എക്സാം ഇതിനു മുന്നേ 2023 നടത്തിയിട്ടുണ്ട്, 21, 22 കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്, അതുപോലെ 19 നടത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ വന്നിട്ടുള്ള നമുക്ക് കട്ട് ഓഫ് നോക്കാം. പക്ഷേ ഇത് നിങ്ങൾ വളരെ മികച്ചൊരു പോസ്റ്റാണ്, വേക്കൻസി കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഇപ്പം നമുക്ക് ഏതാണ്ട് 500ൽ പരം വേക്കൻസിയാണ് നമുക്ക് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് നോക്കിയാൽ, കട്ട് ഓഫ് ഏതാണ്ട് നിങ്ങൾ നോക്കിയേ 2023 ആണെങ്കിൽ ജനറലിന്റെ കട്ട് ഓഫ് 95 ആ റേഞ്ചിലാണ്. നല്ലൊരു കട്ട് ഓഫ് വരുന്ന ഏരിയ ആണ്. അതായത് എക്സാം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. മാക്സിമം നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫും കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പറയാം ഏതൊക്കെ ഏരിയ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കട്ട് ഓഫ് വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയും മികച്ചൊരു ജോലി തന്നെയാണ് RBIയിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത്രയും മികച്ചൊരു ജോലിയാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കട്ട് ഓഫ് ഒക്കെ കൂടുതലാണ്, കുറച്ച് വർക്ക് നല്ലോണം ചെയ്യേണ്ടി വരും. ഓക്കെ, സോ കട്ട് ഓഫ് എന്ന് പറയുന്നത് 96 ആ റേഞ്ച്, 95 ആ റേഞ്ചിലാണ് കട്ട് ഓഫ് വരിക. ഇത് 2023 കട്ട് ഓഫ് ആണ്. ഇനി അടുത്ത് നോക്കിയേ 2021, 22 കാലഘട്ടത്തിലും നമുക്ക് കട്ട് ഓഫ് ഇത്ര തന്നെയാണ് വന്നിട്ടില്ല. നോക്കിയാൽ നമ്മുടെ ട്രിവാൻഡ്രം നോക്കിയാൽ 86,
86 ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് 95 ആ റേഞ്ചാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, കട്ട് ഓഫ് ഉണ്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ. ഇവിടെ ഇതിൽ കൂടുതൽ വരുന്നത് നമുക്ക് സിംപ്ലിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രിലിമിനറി എക്സാമിന് വരിക. അപ്പോൾ പ്രിലിംസിന് നിങ്ങൾ അത്രയും മാക്സിമം സ്പീഡ് കൂട്ടുകയാണ് വേണ്ടത്. അത്രയും മാക്സിമം സ്പീഡിൽ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് RBI അസിസ്റ്റന്റ്. ഇനി നോക്കിയാൽ 2019-20 കാലഘട്ടത്തിലെ അവിടെയാണെങ്കിലോ നമുക്ക് 96 ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 95-96 ആ റേഞ്ചിലാണ് നമുക്ക് കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കേണ്ടത് അതായത് ടോപ്പിക് വൈസ്, അതായത് ഇപ്പോൾ റീസണിംഗ് ഉണ്ട്, നമുക്ക് റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ എക്സാമിന് വേണ്ടി 3 ഏരിയ ഉള്ളത്, പ്രിലിമിനറി എക്സാമിന് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഓരോ ടോപ്പിക്കിലും, എല്ലാ ടോപ്പിക്കും ഞാൻ ഇൻക്ലൂഡ് ആയിട്ടില്ല, മെയിനായിട്ട് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെ ഏരിയ എന്നാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഒരു ടേബിളിൽ നമുക്ക് 2023, 22 അതുപോലെ 19 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാറ്റേൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് പസിൽ, അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇതൊക്കെ പസിലിൽ പെടുന്നതല്ലേ. അവിടെ ആ ഏരിയയിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ഒരു 15 ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷിക്കാം. 15 ക്വസ്റ്റ്യൻ ആണ് ഈ ഏരിയയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ ഏതാണ്? നമ്മുടെ പസിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഓക്കെ, പസിലാണ് നമ്മൾ റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവിടെ പിന്നെ നമുക്ക് കാണുന്നത് സിലോജിസം ഉണ്ട്, ഇൻഇക്വാലിറ്റി, പിന്നെ സീരീസ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട പസിലാണ്. നിങ്ങൾ റീസണിങ്ങിൽ മാക്സിമം പസിൽസ് നിങ്ങൾ സോൾവ് ചെയ്യുക. RBI അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് മാക്സിമം പസിൽസ് നിങ്ങൾ സോൾവ് ചെയ്യുക. പസിൽസ് അറേഞ്ച്മെന്റ് ഇതെന്നാണ് നിങ്ങൾക്ക് ഒരു 15 ക്വസ്റ്റ്യൻസ് വരെ വരുന്നത്. 35-ൽ 15 ക്വസ്റ്റ്യൻസ് ഈ ഏരിയ എന്നാണ് വരിക. അതുപോലെ നോക്കിയേ നമ്മുടെ സീരീസ്, ആൽഫ ന്യൂമറിക് സീരീസ്, ഒരുപാട് ടൈപ്പ് സീരീസ് ഇല്ലേ, അതുപോലെ ആ സീരീസിന് 35 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൽഫ ന്യൂമറിക് സിമ്പിൾ സീരീസ് 5 ക്വസ്റ്റ്യൻ, ഇവിടെ 3 to 5 ക്വസ്റ്റ്യൻസ്, ഇവിടെ 5 ക്വസ്റ്റ്യൻസ്, അങ്ങനെ സീരീസിന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പസില്, സീരീസ്, സിലോജിസം, ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഇൻഇക്വാലിറ്റി ഉണ്ട്, ഇതൊക്കെ സിമ്പിൾ ടോപ്പിക് അല്ലേ. ഇൻഇക്വാലിറ്റി, സിലോജിസം, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ റീസണിങ്ങിൻ്റെ അത്രയാണ്. റീസണിങ്ങിന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പസിലാണ്, അതുപോലെ സീരീസ് ഫോക്കസ് ചെയ്യണം, പിന്നെ സിലോജിസം. ഓക്കെ, സിലോജിസം ഫോക്കസ് ചെയ്യണം. ഇനി അടുത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നോക്കിയാൽ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ഈ ഏരിയയിൽ നിന്ന് മാത്രം നിങ്ങൾ നോക്കിയേ 10 മുതൽ 17 വരെ, അതായത് ഇവിടെ 15 ക്വസ്റ്റ്യൻ, 15-17 ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു 15 ക്വസ്റ്റ്യൻ, 15 ക്വസ്റ്റ്യൻ, അങ്ങനെ എല്ലാ വർഷവും ഒരു 15 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എവിടെ നിന്നാണ്? സിംപ്ലിഫിക്കേഷൻ എന്ന ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് സിംപ്ലിഫിക്കേഷനിൽ സിംപ്ലിഫിക്കേഷൻ നമുക്കറിയാമല്ലോ, നമ്മുടെ മാക്സിമം സ്പീഡാണ് നോക്കുക. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ മാക്സിമം സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. സോ സിംപ്ലിഫിക്കേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ നമ്പർ സീരീസ് ഉണ്ട്. നമ്പർ സീരീസ് നോക്കിയാൽ 4 to 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വാഡ്രാറ്റിക്, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഏരിയ. DAന്ന് ഒരു 5 to കഴിഞ്ഞ പ്രാവശ്യം ഒരു 5 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുള്ളൂ. അതിന് മുന്നേ നോക്കിയാൽ 5 to 10 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 എണ്ണമാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ അരിത്തമെറ്റിക് എന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് എന്ന് അത് ഒരുപാട് ടോപ്പിക് ഉണ്ടല്ലോ, പെർസെൻറ്റേജ് ഉണ്ട്, അതുപോലെ റേഷ്യോ ഉണ്ട്. അവിടെ നിന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് 9 to 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ പഠിക്കാനുള്ളത്. മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ സിംപ്ലിഫിക്കേഷൻ എന്ന ഏരിയ ആണ്. നമ്മൾ മറ്റതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് പസിൽ നിന്നാണ്, പസിൽ അറേഞ്ച്മെന്റ്. അപ്പോൾ ഇവിടെ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ എന്ന ആ ടോപ്പിക് എന്നാണ് നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻ വരെ വരുന്നത്. ഇനി ഇംഗ്ലീഷ് നോക്കിയാൽ, ഇംഗ്ലീഷ് നമ്മൾ സാധാരണ നമുക്കറിയാം കോംപ്രിഹെൻഷൻ. നിങ്ങൾ കോംപ്രിഹെൻഷൻ നന്നായി പഠിക്കുക. കോംപ്രിഹെൻഷൻ ആണ് ഏറ്റവും കൂടുതൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. പാരാജമ്പിളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവിടുത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ പിന്നെന്താ എറർ ഡിറ്റക്ഷൻ, അതും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ക്ലോസ് ടെസ്റ്റ് നോക്കിയാൽ ഇവിടെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2 to 9 ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ കുറവാണ്. സോ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ നിങ്ങൾ കോംപ്രിഹെൻഷൻ ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കോംപ്രിഹെൻഷൻ ഒരു 10 ക്വസ്റ്റ്യൻ വരെയാണ് കോംപ്രിഹെൻഷൻ എന്ന് വരുന്നത്. സോ 30-ൽ 10 ക്വസ്റ്റ്യനും കോംപ്രിഹെൻഷൻ ആണ്. നമ്മൾ പറയുമ്പോൾ RBI അസിസ്റ്റന്റ് ആണെങ്കിൽ 1 മാർക്ക് പോലും നമ്മൾ വിട്ട് കളയാൻ പാടില്ല. കാരണം അത്രയും വലിയ കട്ട് ഓഫ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ ഏരിയയും പഠിക്കാം. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ മാത്സിലാണെങ്കിൽ സിംപ്ലിഫിക്കേഷനിൽ നിങ്ങൾ സ്പീഡ് കൂട്ടുക.
കാരണം അവിടെ ടൈം കളയാനില്ല. അപ്പോൾ നമ്മൾ 15 ക്വസ്റ്റ്യൻ ആണ് സിംപ്ലിഫിക്കേഷൻ എന്ന് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അത്രയും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ റീസണിങ്ങിന് നമ്മുടെ പസിൽ അവിടെ നിന്ന് ഒരു 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ അതിന് അത്രയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ടൈം കുറയ്ക്കാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എന്താ നിങ്ങൾ ആ 2 ഏരിയയിൽ കൂടുതൽ ടൈം കൊടുക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ നോക്കിയാലോ കോംപ്രിഹെൻഷനും 10 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇംഗ്ലീഷ്, ക്വാണ്ട്, റീസണിങ്, ഇതിൽ 3ലും മെയിൻ ആയിട്ടുള്ള ഏരിയ ഇതാണ്. അവിടെ നിങ്ങൾ കുറച്ചും കൂടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് സിംപ്ലിഫിക്കേഷൻ. അവിടെ നിന്നാണ് നമുക്ക് 12 to 17 ക്വസ്റ്റ്യൻ വരെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്കോറിംഗ് ആണ്. കാരണം എന്താ സിംപ്ലിഫിക്കേഷൻ നമുക്ക് കാൽക്കുലേഷൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ അരിത്തമാറ്റിക് പോലെ ഒരുപാട് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടതല്ല, ഇത് നമ്മൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ സ്കോറിംഗ് ആണ്, ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ്. നമുക്ക് കാൽക്കുലേഷൻ തരും, ഡയറക്റ്റ് ആയി നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്രോക്സിമേഷൻ ഒക്കെ സിമ്പിൾ അല്ലേ, അപ്രോക്സിമേറ്റ് വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ് അപ്പോൾ നമ്മൾ തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ സിംപ്ലിഫിക്കേഷൻ ആണ് ഒരു ഗെയിം ചേഞ്ചർ. അത് എത്ര പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് ക്വാണ്ടിൽ നിങ്ങൾക്ക് ടൈം ലാഭിക്കാൻ പറ്റും. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ മാക്സിമം സ്പീഡ് ചെയ്യുക, നമ്മൾ ക്വാണ്ടിൽ ടൈം ലാഭിക്കുക. പിന്നെന്താ, അപ്പോൾ ഇത് ഏതൊക്കെ ഈ നമ്മളെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ബോർഡ് മാസ് ഉണ്ടാവും. ബോർഡ് മാസ് റൂൾ അറിയില്ലേ, ബോർഡ് മാസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് സിംപ്ലിഫിക്കേഷൻ, പിന്നെന്താണ് ഫ്രാക്ഷൻസ്, ഡെസിമൽസ് ഇതൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ സ്ക്വയേഴ്സ്, റൂട്ട് ഇതൊക്കെ വരും. അപ്രോക്സിമേഷൻ അറിയില്ലേ, നമ്മൾ കറക്റ്റ് വാല്യൂ അല്ല അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. സോ അതിനുള്ള ഒരുപാട് ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് നല്ല സ്പീഡ് വേണം, നല്ല ആക്യുറസിയും വേണം. സ്പീഡ് ഉണ്ടായിട്ട് നമ്മൾ ഒന്ന് കൂടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഭയങ്കര സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആക്യുറസി കുറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ ഭയങ്കര ആക്യുറസി ആണ്, പക്ഷെ സ്പീഡ് ഇല്ലെങ്കിൽ കാര്യമില്ല. ഇത് രണ്ടും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിംപ്ലിഫിക്കേഷനിൽ സ്കോർ ചെയ്യാൻ പറ്റും. സ്പീഡ് നല്ലോണം കൂട്ടിയിട്ടും ആക്യുറസി കുറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടും ഒരേപോലെ സ്പീഡും വേണം, ആക്യുറസിയും വേണം. അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. സിംപ്ലിഫിക്കേഷൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ടോപ്പിക്, സ്കോറിംഗ് ഏരിയ എന്ന് പറയുന്നത്. സ്കോറിംഗ് ടോപ്പിക്, മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ആണ് മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്. അടുത്ത് നോക്കിയാൽ അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യമാണ് നമ്പർ സീരീസും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 5 ക്വസ്റ്റ്യൻ വരെ നമുക്ക് നമ്പർ സീരീസ് എന്ന് വരാം. അപ്പോൾ നമ്പർ സീരീസിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇതിൽ ഒരുപാട് പാറ്റേൺ ഉണ്ടല്ലോ. നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാൻ, അതുപോലെ റോങ് നമ്പർ കണ്ടുപിടിക്കാൻ. ഇതാണ് ക്വസ്റ്റ്യൻ വരിക. മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കുക, റോങ് നമ്പർ കണ്ടുപിടിക്കുക. പക്ഷേ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാൻ പിന്നെ എളുപ്പമാണ്. റോങ് നമ്പർ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നോക്കുക. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം അതിൻ്റെ ഡിഫറൻസ് നോക്കുക. എന്നിട്ടോ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കൂടുതൽ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അറിയാതെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഡിവിഷൻ ആയിരിക്കും. ഇതൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുക. അപ്പോൾ ആദ്യം ഡിഫറൻസ് നോക്കുക, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നോക്കുക, അത് നോക്കുക. പിന്നെ ഓൾട്ടർനേറ്റീവ് പാറ്റേൺ. ഇപ്പോൾ ഒന്നിടവിട്ടുള്ള പാറ്റേൺ ഉണ്ടാവും. ചിലപ്പോൾ ഒരു നമ്പർ സീരീസിൽ തന്നെ നമുക്ക് 2 പാറ്റേൺ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സീരീസ് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം അതിൻ്റെ ഡിഫറൻസ് നോക്കുക. 2 നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആ ഡിഫറൻസ് വളരെ വലിയ ഡിഫറൻസ് ആണെങ്കിൽ നിങ്ങളത് മൾട്ടിപ്ലിക്കേഷൻ ആവാം, ചിലപ്പോൾ ഡിവിഷൻ ആവാം. ഇനി ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പാറ്റേൺ നോക്കുക, അതായത് ഓൾട്ടർനേറ്റീവ് പാറ്റേൺ നോക്കുക. ഓക്കെ, ഓൾട്ടർനേറ്റീവ് പാറ്റേൺ നോക്കുക. പിന്നെ ഇവിടെ നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത് ക്യൂബ്സും സ്ക്വയേഴ്സും. മാത്സിൽ നിങ്ങൾ പഠിക്കണം 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കണം, മിനിമം 10 വരെയുള്ള ക്യൂബ്സ് പഠിക്കണം. 10 വരെ എന്ന് ഞാൻ പറഞ്ഞത് മിനിമം ആണ്, അതിൽ കൂടുതൽ നിങ്ങൾ പഠിക്കണം. എന്തായാലും 20 വരെയുള്ള ക്യൂബ്സ് ആണ് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത്. മിനിമം 10 വരെയുള്ള ക്യൂബ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. 30 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതിനപ്പുറം നിങ്ങൾക്ക് ട്രിക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മസ്റ്റാണ് പഠിക്കേണ്ടത്. സോ നമ്മുടെ സെക്കൻഡ് ക്വാണ്ടിൽ സെക്കൻഡ് നമ്പർ സീരീസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത് നോക്കിയാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സിമ്പിൾ അല്ലേ, നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. നമുക്കറിയാം സൈൻ അറിയാമല്ലോ, പ്ലസും വന്നാൽ 2 പ്ലസ് വന്നാൽ നമ്മുടെ ആൻസറിൽ റൂട്ടിൽ എന്ത് വരും, 2 പ്ലസും മൈനസും വന്നാൽ റൂട്ട് എന്ത് വരും. അങ്ങനെ 4 ഓപ്ഷൻ കാറ്റഗറിയില്ലേ, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഡയറക്റ്റായി നിങ്ങൾ സോൾവ് ചെയ്യാണ്ട് ഡയറക്റ്റായി നമുക്ക് ആ സൈൻ മാത്രം നോക്കി ചെയ്യേണ്ട പ്രോബ്ലംസും വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട അത് പഠിച്ചു വെക്കുക. ആ 2 വാല്യൂ കമ്പയർ ചെയ്യണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വരിക. ഇവിടെ കൺസെപ്റ്റ് 2 വാല്യൂ. ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ അങ്ങനെയൊക്കെയാണ് തരിക. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സ് ലെസ് ദാൻ വൈ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ, അത് അങ്ങനത്തെ കോൺസെപ്റ്റ് വരുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ വരുന്നത്. ഓക്കെ, സോ
അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 3 കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. സിംപ്ലിഫിക്കേഷൻ, നമ്മുടെ എന്താ സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഡി ഐയും ഇമ്പോർട്ടൻ്റ് ആണ്. ഡി ഐ പഠിക്കുമ്പോൾ അതിൽ നമ്മൾ എന്താ ടേബിൾ ഉണ്ടാവും, ബാർ ഉണ്ടാവും, ലൈൻ, പൈ ചാർട്ട്, ഇത്രയും ഡി ഐ ഉണ്ടാവും, ഇത്രയും ഗ്രാഫ് ഉണ്ടാവും. ടേബിൾ തന്നിട്ടുണ്ടാവും, ബാർ ഉണ്ടാവും, ലൈൻ ഉണ്ടാവും, പിന്നെ പൈ ചാർട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ അരിത്തമാറ്റിക്, നമ്മുടെ സ്പീഡ് ഇവിടെ ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കണം. അപ്പോൾ ഡി ഐ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രോങ് അരിത്തമാറ്റിക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഡി ഐ ഫാസ്റ്റായി സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ കാൽക്കുലേഷനും വേണം, നമ്മൾ കോംപ്രിഹെൻഷനും വേണം. ചിലപ്പോൾ നമുക്കിത് വായിക്കാനുള്ള ഒരു പാരഗ്രാഫൊക്കെ തരും, എന്നിട്ട് നമ്മൾ ഡി ഐ കേസിലെറ്റൊക്കെ തരും. അപ്പോൾ നമ്മൾ കോംപ്രിഹെൻഷൻ സ്പീഡും ഇമ്പ്രൂവ് അവിടെ വേണം, അതുപോലെ കാൽക്കുലേഷൻ സ്പീഡും വേണം. ഈ 2 കാര്യങ്ങളും നമുക്ക് വേണം. ഓക്കെ, ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഡി ഐയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡി ഐന്ന് 5 to 10 ക്വസ്റ്റ്യൻ വരെ വരും. 5 to 10 ക്വസ്റ്റ്യൻ വരെയാണ് നമുക്ക് ഡി ഐന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ. പിന്നെ അരിത്തമെറ്റിക്കിൽ തന്നെ നമുക്ക് പെർസെൻറ്റേജ്, അരിത്തമെറ്റിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾക്ക് അറിയാം. പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ, പിന്നെ ടൈം, വർക്ക്, ടൈം, സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്. ഇതാണ് നമ്മളെ ശരിക്കും സിലബസ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ആണ്. പിന്നെ നമുക്ക് അറിയാം ക്വാഡ്രാറ്റിക് ഉണ്ട്, സീരീസ് ഉണ്ട്, നമ്പർ സീരീസ് ഉണ്ട്. ഇത് 3 മാത്സിൽ ഇമ്പോർട്ടൻ്റ്. പിന്നെ ഒരു മാർക്ക് നമുക്ക് RBI അസിസ്റ്റന്റിന് വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ ടൈം ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയിലാണ്. കാരണം അത് സ്പീഡാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം കിട്ടും. സോ അങ്ങനെ ചെയ്യാം. അടുത്ത നമ്മൾ റീസണിങ് നോക്കിയാൽ നമുക്കറിയാം റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് എവിടെ നിന്നാണ്? നമുക്ക് പസിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. പസിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇത്, അതായത് ഫ്ലോർ ബേസ് ഉണ്ടാവും, അതുപോലെ സർക്കുലർ അറേഞ്ച്മെന്റ് ഉണ്ടാവും, പിന്നെ സ്ക്വയർ ടൈപ്പ് ടേബിൾ അറേഞ്ച്മെന്റ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള പസിൽസ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പസിൽസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെയും പ്രാക്ടീസ് ചെയ്യണം, പസിൽസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇവിടെയും കോംപ്രിഹെൻഷൻ, അതായത് നിങ്ങളിത് വായിച്ചു നോക്കിയിട്ടാണ് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ മാക്സിമം അത് എത്ര സ്പീഡിൽ നിങ്ങൾ ഒരുപാട് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്യുക. ഈ പസിൽസ് നിങ്ങൾ സോൾവ് ചെയ്യാണ്ട് പോയാൽ നിങ്ങൾക്ക് നടക്കില്ല, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ട്രിക്സ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. പസിൽസും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ക്വാണ്ടിൽ എങ്ങനെയാണോ സിംപ്ലിഫിക്കേഷൻ പറഞ്ഞത് അതേപോലെയാണ് റീസണിങ്ങിൽ പസിൽസ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടൈം പോകുന്ന ഏരിയ ആണ് പസിൽസ്. അപ്പോൾ അത് മാക്സിമം സ്പീഡ് കൂട്ടുക. നമ്മുടെ 20 മിനിറ്റിൽ തന്നെ റീസണിങ് തീർക്കണമെങ്കിൽ അത്രയും സ്പീഡിൽ നമ്മളത് ചെയ്യണം. ഓക്കെ, ലൈൻ, സർക്കുലർ അറേഞ്ച്മെന്റ് ഉണ്ടാവും, ഫ്ലോർ ബേസ്ഡ് ഉണ്ടാവും, ബോക്സ് ഉണ്ടാവും, പിന്നെ ബ്ലഡ് റിലേഷനും ഡയറക്ഷനൊക്കെ വരുന്ന അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സാധനം വരും. അതായത് ഒരു പസിലിന്റെ കൂടെ തന്നെ നമുക്ക് ബ്ലഡ് റിലേഷനും ഡയറക്ഷനൊക്കെ വരും. അപ്പോൾ അത് അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസും നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ആണ് ഇതിൽ, പസിലിൽ വേറെ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ പ്രാക്ടീസ് തന്നെയാണ് ചെയ്യേണ്ടത്. അടുത്ത മെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് സിലോജിസം, അതുപോലെ ഇൻഇക്വാലിറ്റി. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ അറിയാലോ. അത് ഇൻഇക്വാലിറ്റി, സിലോജിസം, ഇത് സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ ചെറിയ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഇത് രണ്ടും. ഇൻഇക്വാലിറ്റി ഒക്കെ നിങ്ങളതാ ഇങ്ങനെ നമ്മളെ ഓപ്പൺ ഗേറ്റ്, അങ്ങനെ നിങ്ങൾക്ക് ആ മെത്തേഡൊക്കെ അറിയാമല്ലോ. സിമ്പിളായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് കോമൺ സെൻസ് മാത്രം മതി അത് സോൾവ് ചെയ്യാൻ. അത്രയും ക്വിക്കായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഇൻഇക്വാലിറ്റിയും നമ്മൾ അതുപോലെ തന്നെ സിലോജിസം. ഓക്കെ, അപ്പോൾ ഹൈ ആക്യുറസി ആണ്, മിനിമം ടൈം മതി ഇതിന്. അതായത് ഇത് കറക്റ്റ് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ്, അതുപോലെ ടൈം കുറച്ച് മതി. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് only a few പോസിബിലിറ്റി, ആ കേസൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. അവിടെയൊക്കെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോവുക. പിന്നെ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി മാർക്കാണ്. അത് വന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. പിന്നെ നമ്മൾ ആൽഫ ന്യൂമറിക് സീരീസ് ഉണ്ട്. അപ്പോൾ അത് സീരീസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. സീരീസ് പാറ്റേൺ മനസ്സിലാക്കണം. അതുപോലെ അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ആൽഫ ന്യൂമറിക്, അവിടെ നിങ്ങൾ ആ പാറ്റേൺ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ റീസണിങ്ങിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് നമ്മുടെ ലെറ്റേഴ്സിൻ്റെ, ഇപ്പോൾ A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സിൻ്റെ അതിൻ്റെ പൊസിഷൻ വാല്യൂ പഠിക്കണം. അതായത് A-ൻ്റെ 1 ആണ്, B-ൻ്റെ 2 ആണ്, C-ൻ്റെ 3 ആണ്. അങ്ങനെ പൊസിഷൻ വാല്യൂ നിങ്ങൾ എന്തായാലും കാണാണ്ട് പഠിക്കണം. അങ്ങനെ പഠിക്കേണ്ടത് ചില ട്രിക്സ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ വിൻ്റെ നമുക്കറിയാം 22 ആണ്. അതായത് V for victory നമ്മളിങ്ങനെ കാണിക്കില്ല 2, സോ 22 എന്ന് പറയും. പിന്നെ ടി എന്ന് പറഞ്ഞാൽ 20 ആണെന്ന് പറയും. അതായത് T20. അങ്ങനെ ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾ ഏത് നമ്പർ ചോദിച്ചാൽ, ഏത് ലെറ്റർ ചോദിച്ചാലും അതിൻ്റെ നമ്പർ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തണം. പിന്നെന്താ M ഉണ്ട്, W ഉണ്ട്. ഇത് രണ്ടും 13 ആണ്. അതായത് എമ്മിനെ നമുക്ക് തിരിച്ചിട്ടാൽ ഇങ്ങനെ 3 കിട്ടുമല്ലോ. അപ്പോൾ M എന്ന് വെച്ചാൽ ആദ്യം M ആണ്, പിന്നെ W ആണ്. അപ്പോൾ എമ്മിന് നമുക്ക് 13 എന്ന് കൊടുക്കാം, W നമുക്ക് 23 എന്ന് കൊടുക്കാം.
സോ അങ്ങനെയൊക്കെ ഒരുപാട് ട്രിക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അതും നിങ്ങൾ പഠിക്കുക, ആൽഫ ന്യൂമറിക് സീരീസ്. ഇനി ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? റീഡിങ് കോംപ്രിഹെൻഷൻ. ഇംഗ്ലീഷിൽ റീഡിങ് കോംപ്രിഹെൻഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. സമയം ലാഭിക്കണമെങ്കിൽ നമ്മൾ എന്താ, ക്വാണ്ടിൽ സിംപ്ലിഫിക്കേഷൻ അത്ര ഫാസ്റ്റ് ആക്കണം. ഇനി റീസണിങ്ങിൽ നമ്മൾ പസിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അത്രയും ഫാസ്റ്റ് ആക്കണം. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ റീഡിങ് കോംപ്രിഹെൻഷൻ അത്രയും ഫാസ്റ്റ് ആക്കണം. ഈ ഏരിയയിൽ നിന്നാണ് എത്ര 10 to 15 ക്വസ്റ്റ്യൻസ് 3 ഏരിയയിൽ നിന്നും 3 ടോപ്പിക്കിലും ഈ ഏരിയയിൽ നിന്നാണ് 10 to 15 ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ആ ഏരിയ നിങ്ങൾ മാക്സിമം സ്പീഡ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. സോ ഫോക്കസ് ഓൺ ഹൈ വെയിറ്റേജ് ടോപ്പിക്. നമ്മൾ ഈ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഹൈ വെയിറ്റേജ് ടോപ്പിക്ക് നമ്മൾ മനസ്സിലാക്കിയല്ലോ. നമ്മൾ പ്രീവിയസ് 3 വർഷത്തെയും ക്വസ്റ്റ്യൻസ് നോക്കി അവിടെ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ആ ഏരിയയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ 3 സബ്ജക്റ്റിലും 3 ഏരിയ പറഞ്ഞു, അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെന്താ, സിംപ്ലിഫിക്കേഷനും പസിലും നിങ്ങൾ മാസ്റ്റർ ആവുക. കാരണം എന്താ, അവിടെയാണ് നമ്മളെ ഗെയിം ചേഞ്ചർ. അവിടെ നമ്മൾ ടൈം കൂട്ടി മാക്സിമം സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സിംപ്ലിഫിക്കേഷനും പസിലും മാക്സിമം സ്പീഡിൽ നിങ്ങൾ സോൾവ് ചെയ്യുന്നു, നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, പിന്നെന്താ, സ്പീഡും ആക്യുറസിയും കൂട്ടണം. മാക്സിമം സ്പീഡിൽ നിങ്ങൾ ചെയ്താൽ പോരാ, ആക്യുറസിയും കൂട്ടണം. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. കട്ട് ഓഫ് കൂടുതലാണ്. അതുപോലെ എക്സാം പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ലൈഫ് ഉണ്ടല്ലോ, അതും അടിപൊളിയാണ്. കാരണം എന്താണ്, അവിടെ നമുക്കൊരു 5 ദിവസം ജോലി ചെയ്താൽ മതി. പിന്നെ വർക്ക് പ്രഷർ കുറവാണ്. കാരണം മറ്റ് ബാങ്കിലാണെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ കൂടെ ഡീൽ ചെയ്യണം. മറ്റ് ബാങ്കിലാണെങ്കിൽ ഇപ്പോൾ ഇത് നമ്മുടെ ഇത് ശരിക്കും നമ്മൾ പബ്ലിക്കുമായിട്ട് നമുക്ക് റിലേഷൻ ഇല്ല. അപ്പോൾ കസ്റ്റമറിനെ ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വർക്ക് എൻവയറമെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മറ്റേതിനേക്കാളും ബെറ്റർ ആണ്. പിന്നെ വർക്ക് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. അതുപോലെ RBI എന്ന് പറയുന്ന ഒരു നമ്മുടെ സെൻട്രൽ ബാങ്ക്, നമ്മുടെ റെഗുലേറ്ററി ഓർഗനൈസേഷനിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ്. നമ്മുടെ പ്രൊമോഷനും അത്രയും വലിയ പ്രൊമോഷനാണ് കിട്ടുക. അതായത് നെക്സ്റ്റ് 2ാമത്തെ പൊസിഷനാണ് നിങ്ങൾക്ക് RBI ഗ്രേഡ് B. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയുള്ള പൊസിഷൻ കിട്ടും. അപ്പം അത്രയും വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി ഈ എക്സാമിന് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാക്സിമം സ്പീഡ് കൂട്ടാൻ, കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ച് ഉണ്ട്. ബാങ്ക് റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളെ ഇതിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സോ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. 500-ൽ പരം വേക്കൻസിയിലേക്കായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. നമ്മൾ ഫെബ്രുവരിയിലായിരിക്കും ഇതിൻ്റെ എക്സാം. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. അതായത് നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്യരുത്, പിന്നെ നമുക്ക് സമയമില്ല. ഇപ്പം തന്നെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ 3 ഏരിയയിലും നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. സിംപ്ലിഫിക്കേഷൻ സ്പീഡ് ചെയ്യുക, പസിൽ സ്പീഡ് ചെയ്യുക, കോംപ്രിഹെൻഷൻ സ്പീഡ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.